ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മാത്സ് മാജിക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 10th CBSEയിലെ മാത്സ് പഠിപ്പിക്കാനാണ്. പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന ചാപ്റ്ററാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, എലിമിനേഷൻ മെത്തേഡൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിരുന്നു. ഇതിൽ 2 വേർഡ് പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ 2 ഇക്വേഷൻസ് ഫോം ചെയ്യണം. പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് അത് ഫോം ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ബൈ ദി എലിമിനേഷൻ മെത്തേഡ് ഫോം ദി പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ദി ഫോളോയിങ് പ്രോബ്ലംസ് ആൻഡ് ഫൈൻഡ് ദെയർ സൊല്യൂഷൻസ് ബൈ ദി എലിമിനേഷൻ മെത്തേഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് വി ആഡ് 1 ടു ദി ന്യൂമറേറ്റർ ആൻഡ് സബ്ട്രാക്ട് 1 ഫ്രം ദി ഡിനോമിനേറ്റർ, a fraction reduces to 1. It becomes half if we only add 1 to the denominator. What is the fraction? ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കണം. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഒരു ബുക്കും പിന്നെ എടുത്തിട്ട് വേണം ക്ലാസ് മാത്സ് പഠിക്കാനായിട്ട് ഇരിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് അപ്പോൾ തന്നെ കണക്കുകൾ ചെയ്ത് പഠിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് വി ആഡ് 1 ടു ദി ന്യൂമറേറ്റർ ആൻഡ് സബ്ട്രാക്ട് 1 ഫ്രം ദി ഡിനോമിനേറ്റർ. അതായത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇതിനൊരു ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട്. എ ഫ്രാക്ഷൻ റെഡ്യൂസസ് ടു 1. ഇറ്റ് ബിക്കംസ് ഹാഫ് ഇഫ് വി ഓൺലി ആഡ് 1 ടു ദി ഡിനോമിനേറ്റർ. വാട്ട് ഈസ് ദി ഫ്രാക്ഷൻ? അപ്പോൾ ഫ്രാക്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2 വേരിയബിൾസ് ഉള്ള ഇക്വേഷൻസ് ആണ്. അപ്പോൾ 2 വേരിയബിൾസ് എന്തായാലും ഉണ്ടാവുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ എക്സ് ആയിട്ടും ഡിനോമിനേറ്റർ വൈ ആയിട്ടും എടുക്കുക. അപ്പോൾ ലെറ്റ് ദ ഫ്രാക്ഷൻ ബി എക്സ് ബൈ വൈ. എപ്പോഴും നമ്മൾ എന്താണോ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അതാണ് നമ്മൾ എക്സും വൈ ആയിട്ട് എടുക്കേണ്ടത് അല്ലേ? അങ്ങനെ അസ്യൂം ചെയ്യുക. അപ്പോൾ ഇവിടെ ഫ്രാക്ഷൻ ആയതുകൊണ്ട് എക്സ് ബൈ വൈ എന്ന് എടുത്തു. ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ആ കണ്ടീഷൻ നമ്മളിവിടെ എഴുതാം, മാത്സിലേക്ക് ആക്കാം. അപ്പോൾ നമുക്കിവിടെ സെൻറ്റൻസ് ആയിട്ട് തന്നിരിക്കുന്നത് അത് നമ്മൾ മാത്സിൻ്റെ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യണം. ഇഫ് വി ആഡ് 1 ടു ദി ന്യൂമറേറ്റർ, അപ്പോൾ നമുക്കറിയാം ഇവിടെ ന്യൂമറേറ്റർ എക്സ് ആണ്. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. അപ്പോൾ എക്സ് പ്ലസ് 1 ആൻഡ് സബ്ട്രാക്ട് 1 ഫ്രം ദി ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിൽ നിന്നും 1 സബ്ട്രാക്ട് ചെയ്യുക. ഇവിടെ ഡിനോമിനേറ്റർ വൈ ആണ്. അപ്പോൾ വൈ മൈനസ് 1. അപ്പോൾ ഈ നമ്മൾ അസ്യൂം ചെയ്ത ആ ഫ്രാക്ഷനിൽ ഡിനോമിനേറ്ററിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുകയും ന്യൂമറേറ്ററിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുകയും ഡിനോമിനേറ്ററിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ എ ഫ്രാക്ഷൻ റെഡ്യൂസസ് ടു 1. ആ ഫ്രാക്ഷൻ 1 ആയി മാറും. ആ ഫ്രാക്ഷൻ്റെ വാല്യൂ 1 ആവും. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ വൈ മൈനസ് 1 ഈക്വൽ ടു 1 എന്ന് വരും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സെൻറ്റൻസിനെ നമ്മൾ മാത്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ എഴുതാം, അക്കോർഡിംഗ് ടു ദി ക്വസ്റ്റ്യൻ എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ വൈ മൈനസ് 1 ഈക്വൽ ടു 1. ഇതിനെ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. നമ്മൾ ഇവിടെ 2 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും 2 വേരിയബിൾസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് 2 ഇക്വേഷൻ വേണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന് പഠിക്കുന്നത്. അതായത് 2 വേരിയബിൾസിൻ്റെ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഇക്വേഷൻസ് വേണം. അപ്പോൾ ക്വസ്റ്റ്യൻ തരുമ്പോൾ എപ്പോഴും 2 കണ്ടീഷൻ അതിലുണ്ടാവും. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ബിക്കംസ് ഹാഫ് ഇഫ് വി ഓൺലി ആഡ് 1 ടു ദി ഡിനോമിനേറ്റർ. ഇറ്റ് ബിക്കംസ് ഹാഫ്, അതായത് ഈ ഫ്രാക്ഷൻ ഹാഫ് ആവും എപ്പോഴാണ്? ഇഫ് വി ഓൺലി ആഡ് 1 ടു ദി ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിൻ്റെ കൂടെ മാത്രം 1 ആഡ് ചെയ്താൽ, അതായത് ഈ ന്യൂമറേറ്റർ ഒന്നും ചെയ്യുന്നില്ല, അതുപോലെ തന്നെ കിടക്കുകയാണ് എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ കൂടെ 1 ആഡ് ചെയ്തു, ഓൺലി ആഡ് 1 ടു ദി ഡിനോമിനേറ്റർ. അപ്പോൾ വൈ പ്ലസ്
1. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് ഹാഫ്, അത് ഹാഫ് ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈക്വൽ ടു ഹാഫ്. ഇറ്റ് ബിക്കംസ് ഹാഫ് എന്ന് പറയുമ്പോൾ ഈക്വൽ ടു ഹാഫ്. മനസ്സിലായില്ലേ? ഇഫ് വി ആഡ് 1 ടു ദി ന്യൂമറേറ്റർ ആൻഡ് സബ്ട്രാക്ട് 1 ഫ്രം ദി ഡിനോമിനേറ്റർ എ ഫ്രാക്ഷൻ റെഡ്യൂസസ് ടു 1. അപ്പോൾ ഒരു ഫ്രാക്ഷൻ നമ്മൾ x/y എടുത്തു, അതിൻ്റെ ന്യൂമറേറ്ററിൻ്റെ കൂടെ x ആഡ് ചെയ്ത് ഡിനോമിനേറ്ററിൽ നിന്നും y സബ്ട്രാക്ട് ചെയ്താൽ അത് 1 ആവും. x/y എന്ന് പറയുന്നത് 1 ആവും. ഇനി അതല്ല, ഡിനോമിനേറ്ററിൻ്റെ കൂടെ മാത്രം 1 ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ഫ്രാക്ഷൻ ബിക്കംസ് 1/2. അപ്പോൾ ഈ x/y എന്ന് പറയുന്നത് 1/2 ആവും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. അപ്പോൾ അതും കൂടി എഴുതാം ഇവിടെ. അപ്പോൾ അതാണ് x ഡിവൈഡഡ് ബൈ y പ്ലസ് 1 ഈക്വൽ ടു 1/2. ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസിൻ്റെ ജനറൽ ഫോം നമുക്കറിയാം. a1x പ്ലസ് b1y പ്ലസ് c1 ഈക്വൽ ടു 0, a2x പ്ലസ് b2y പ്ലസ് c2 ഈക്വൽ ടു 0. ആ ഒരു ഫോമിലേക്ക് നമ്മൾ ഈ രണ്ട് ഇക്വേഷനെയും കൊണ്ടുവരണം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ y മൈനസ് 1 ഈക്വൽ ടു 1. ഇതിനെ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 1 ഇൻറ്റു y മൈനസ് 1. 1 ഇൻറ്റു y മൈനസ് 1 എന്ന് പറഞ്ഞാൽ y മൈനസ് 1 തന്നെയാണ്. അതായത് എക്സ് പ്ലസ് 1 ഈക്വൽ ടു y മൈനസ് 1. അപ്പോൾ എക്സ് പ്ലസ് 1 ഈക്വൽ ടു y മൈനസ് 1. ഇനി വൈനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ പ്ലസ് y ആണ്, ഇപ്പുറത്തേക്കാവുമ്പോൾ അത് മൈനസ് y ആവും. അതാണ് ഇവിടെ എക്സ് മൈനസ് y ഈക്വൽ ടു, ഇവിടെ മൈനസ് 1 ഉണ്ട്, ഈ 1നെയും കൂടി റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇവിടെ പ്ലസ് 1 മൈനസ് 1 ആവും. ഇത് മൈനസ് 1 മൈനസ് 1. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ അപ്പോൾ എക്സ് മൈനസ് വൈ ഈക്വൽ ടു മൈനസ് 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 2 ആണ്. അപ്പോൾ എക്സ് മൈനസ് വൈ ഈക്വൽ ടു മൈനസ് 2. അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. ഇനി ഈ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുക. അതായത് എക്സ് ഡിവൈഡഡ് ബൈ വൈ പ്ലസ് 1 ഈക്വൽ ടു 1/2. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എക്സ് ഡിവൈഡഡ് ബൈ വൈ പ്ലസ് 1 ഈക്വൽ ടു 1/2. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു എക്സ് 2x ഈക്വൽ ടു വൈ പ്ലസ് 1. ഇനി ഇവിടെയും ഈ വൈനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ മൈനസ് വൈ ആവും. അപ്പോൾ 2x മൈനസ് വൈ ഈക്വൽ ടു 1. അപ്പോൾ ഇപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഒന്ന് എക്സ് മൈനസ് വൈ ഈക്വൽ ടു -2, രണ്ട് 2x മൈനസ് വൈ ഈക്വൽ ടു 1. ഇവിടെ രണ്ടും ഒരു ജനറൽ ഫോമിലേക്ക് വന്നിട്ടുണ്ട്. അതായത് a1x പ്ലസ് b1y എന്നുള്ള ആ ജനറൽ ഫോമിലേക്ക് ഈ രണ്ട് ഇക്വേഷൻ വന്നു. ഇനി ഈ രണ്ട് ഇക്വേഷൻ എടുത്തിട്ട് എലിമിനേഷൻ മെത്തേഡിൽ സോൾവ് ചെയ്താൽ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഇക്വേഷനും ഒരുമിച്ച് എഴുതാൻ പോകണം. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ഇതാണ്. ഒന്ന് എക്സ് മൈനസ് വൈ ഈക്വൽ ടു -2, രണ്ടാമത്തെ ഇക്വേഷൻ 2x മൈനസ് വൈ ഈക്വൽ ടു 1. അപ്പോൾ ഇത് എലിമിനേഷൻ മെത്തേഡിലാണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ കോഎഫിഷ്യൻസ് സെയിം ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം വൈയുടെ കോഎഫിഷ്യൻ്റ് രണ്ടും 1 ആണ്. അപ്പോൾ ഇത് രണ്ടും സെയിം സൈനാണ്. അപ്പോൾ സെയിം സൈനാണ് എലിമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്ത് കളയാന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ രണ്ടും മൈനസ് ആയതുകൊണ്ട് ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് അത് എലിമിനേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. ഇവിടെ നമ്മൾ ഇക്വേഷൻ 4 മൈനസ് 3 ആണ് ചെയ്യുന്നത്. ഇക്വേഷൻ 4 മൈനസ് ഇക്വേഷൻ 3 അത് ചെയ്യുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് തന്നെ 2x മൈനസ് എക്സ് 2x മൈനസ് എക്സ് ചെയ്യുക ഈക്വൽ ടു എക്സ്, അതിവിടെ എഴുതാം. പിന്നെ മൈനസ് വൈ മൈനസ് വൈ ഈക്വൽ ടു മൈനസ് വൈ പ്ലസ് വൈ ആവും. അപ്പോൾ 0 കിട്ടും. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ പ്ലസ് 0 ഈക്വൽ ടു 1 മൈനസ് 2 ഈക്വൽ ടു 1 പ്ലസ് 2 ഈക്വൽ ടു 3 വരും. അപ്പോൾ ഇവിടെ നമുക്ക് 3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു 3 എന്ന് എഴുതാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി, 3 എന്ന് കിട്ടി. ഇനി ഇത് നമ്മൾ ഈ വാല്യൂ എക്സിൻ്റെ വാല്യൂ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് എക്സ് മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് മൈനസ് വൈ ഈക്വൽ ടു -2. അതിൻ്റെ അകത്ത് ഈ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എക്സ് 3 ആണ്. 3 മൈനസ്, അതായത് ഇക്വേഷൻ 3 ഗീവ്സ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു -2. ഇവിടെ എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ 3 മൈനസ് വൈ ഈക്വൽ ടു -2 മൈനസ് വൈ ഈക്വൽ ടു -2 -3. അതായത് ഈ 3 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -3 ആവും. അപ്പോൾ -2 -3 എങ്ങനെ ചെയ്യണേ? -2 -3
ഈക്വൽ ടു -2 + -3. ഇപ്പോൾ രണ്ടും സെയിം സൈനാണ്. അപ്പോൾ ആഡ് ചെയ്യുക, -5 ആണ് ആൻസർ. അപ്പോൾ -y ഈക്വൽ ടു -5. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു 5 ആയിരിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 3 എന്നും വൈയുടെ വാല്യൂ 5 എന്നും കിട്ടി. നമ്മൾ ചെയ്തിരിക്കുന്നത് ഫ്രാക്ഷൻ അസ്യൂം ചെയ്തിരിക്കുന്നത് x/y ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫ്രാക്ഷൻ 3/5 ആയിരിക്കും. അപ്പോൾ x ഈക്വൽ ടു 3 എന്നും y ഈക്വൽ ടു 5 എന്നും കിട്ടി. ഹെൻസ് ദ റിക്വയർഡ് ഫ്രാക്ഷൻ ഈസ് 3/5. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കണ്ടീഷൻസ് വെച്ചിട്ട് ഇക്വേഷൻസ് ഉണ്ടാക്കുക. എന്നിട്ട് അതിനെ ഒരു ജനറൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് ഈ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് അത് എലിമിനേഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യുക. എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് എന്താണോ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അത് എക്സും വൈ ആയിട്ട് അസ്യൂം ചെയ്യുക. അങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5 years ago, Nuri was thrice as old as Sonu. 10 years later, Nuri will be twice as old as Sonu. How old are Nuri and Sonu? അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ ഓൾഡ് ആർ ന്യൂറി ആൻഡ് സോനു. ഇവർ രണ്ടുപേരുടെയും ഏജാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഏജിന് നമ്മൾ എക്സും വൈ ആയിട്ട് എടുക്കുക. ലെറ്റ് ദ ഏജ് ഓഫ് ന്യൂറി ബി എക്സ് ആൻഡ് ദി ഏജ് ഓഫ് സോനു ബി വൈ. അങ്ങനെ ആദ്യം എടുത്തിട്ട് വേണം നമ്മൾ ഈ കണ്ടീഷൻസ് വെച്ചിട്ട് ഇക്വേഷൻസ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഒരാളുടെ ഏജ് എക്സ് ആയിട്ടും ഒരാളുടെ ഏജ് വൈ ആയിട്ടും എടുത്തു. ഇനി നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് നോക്കാം. 5 years ago. അപ്പോൾ നമുക്കറിയാം 5 years മുമ്പുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. 5 years ago, നൂറി വാസ് ത്രൈസ് ആസ് ഓൾഡ് ആസ് സോനു. അപ്പോൾ നമ്മൾ ഈ എക്സും വൈ ആയിട്ട് എടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ ഏജാണ്, അതായത് പ്രസൻറ്റ് ഏജാണ്. പ്രസൻറ്റ് ഏജാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ 5 വർഷം മുമ്പുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഒരാൾക്ക് എക്സ് ഏജ് ഉണ്ടെങ്കിൽ അയാളുടെ 5 വർഷം മുമ്പ് അയാൾക്ക് 5 വയസ്സ് കുറവായിരിക്കുമല്ലോ. അപ്പോൾ അതായത് x-5 ആയിരിക്കും അയാളുടെ ഏജ്. അപ്പോൾ 5 വർഷം മുമ്പുള്ള കാര്യം പറയുന്നത് കൊണ്ട് നമ്മൾ അപ്പോഴത്തെ ഏജ് ആദ്യം എഴുതണം. എന്നിട്ട് വേണം ഈ കണ്ടീഷൻ വെച്ചിട്ട് ഇക്വേഷൻ എഴുതാനായിട്ട്. അപ്പോൾ അത് 5 years ago നൂറീസ് ഏജ് ആൻഡ് 5 years ago സോനൂസ് ഏജ്. അത് എത്രയായിരിക്കും? ഇയാളുടെ x-5ഉം ഇത് y-5 ആയിരിക്കും. അതാദ്യം എഴുതാം. അപ്പോൾ 5 വർഷം മുമ്പ് ഒരാളുടെ ഏജ് x-5ഉം മറ്റയാളുടെ ഏജ് y-5 ആയിരിക്കും. ഇനിയാണ് നമ്മൾ ക്വസ്റ്റ്യനിലെ കണ്ടീഷൻ നോക്കാൻ പോകുന്നത്. അതായത് നൂറി വാസ് ത്രൈസ് ആസ് ഓൾഡ് ആസ് സോനു. അപ്പോൾ സോനുവിൻ്റെ ഏജ് എത്രയാണോ അതിൻ്റെ ത്രൈസ് ആയിരുന്നു നൂറിയുടെ ഏജ്. അപ്പോൾ സോനുവിൻ്റെ ഏജിൻ്റെ ത്രൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ സോനുവിൻ്റെ ഏജ് y-5 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ത്രൈസ് എന്ന് പറയുമ്പോൾ അതിനെ 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 × y-5 ആയിരുന്നു എന്ത് നൂറിയുടെ ഏജ്. മനസ്സിലായില്ലേ? നൂറി വാസ് ത്രൈസ് ആസ് ഓൾഡ് ആസ് സോനു. നൂറിയുടെ ഏജ് സോനുവിൻ്റെ ഏജിൻ്റെ ത്രൈസ് ആയിരുന്നു. അപ്പോൾ സോനുവിൻ്റെ ഏജ് y-5 ആണ്. അതിൻ്റെ ത്രൈസ് ആയിരുന്നു 5 വർഷം മുമ്പ് നൂറിയുടെ ഏജ്. അപ്പോൾ 3 × y-5 ഈക്വൽ ടു അന്ന് നൂറിയുടെ ഏജ് എത്രയായിരുന്നു? x-5 ആയിരുന്നു അല്ലേ? 5 വർഷം മുമ്പ് നൂറിയുടെ ഏജ് x-5 ആയിരുന്നു. 5 വർഷം മുമ്പ് സോനുവിൻ്റെ ഏജ് y-5 ആയിരുന്നു. അപ്പോൾ അന്ന് ഈ സോനുവിൻ്റെ ഏജിൻ്റെ ത്രൈസ് ആയിരുന്നു നൂറിയുടെ ഏജ്. മനസ്സിലായില്ലേ? അപ്പോൾ 3 × y-5 ഈക്വൽ ടു x-5. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇത് ഈ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ലീനിയർ ഇക്വേഷൻ്റെ ജനറൽ ഫോം കിട്ടും. അതായത് 3y - 3 × 5 15 ഈക്വൽ ടു x-5. ഇനി നമ്മൾ ഈ 3y-നെ റൈറ്റ് സൈഡിലേക്കും -5നെ ഇപ്പുറത്തേക്കും കൊണ്ടുവരാം. അപ്പോൾ എന്താവും? -5 ഇങ്ങോട്ട് വരുമ്പോൾ +5 ആവും. +5 - 15 ഈക്വൽ ടു x-3y. ഇതൊന്ന് നമുക്ക് ഈ സൈഡൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്യാം. അതായത് x-3y ഈക്വൽ ടു 5 - 15. അതായത് x-3y ഈക്വൽ ടു 5 - 15 എന്ന് പറയുമ്പോൾ -10 ആണ് ആൻസർ.
ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇപ്പോൾ ആ ഒരു ജനറൽ ഫോമിൽ വന്നിട്ടുണ്ട്. a1x + b1y = c1 എന്നുള്ള ആ ഒരു ഫോമിലേക്ക് വന്നിട്ടുണ്ട്. -c1 ആവും. അതായത് a1x + b1y + c1 = 0. അങ്ങനെയാണ് നമ്മൾ ഈ ജനറൽ ഫോം ഇക്വേഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് c1 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അത് സോൾവ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ s - 3y = -10 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ കണ്ടീഷനിന് 10 years later ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 10 years കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരാളുടെ ഏജ് ഇപ്പോൾ എക്സ് ആണെങ്കിൽ 10 years കഴിയുമ്പോൾ അയാൾക്ക് എത്ര ഉണ്ടാവും? x + 10 ആയിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ 10 വയസ്സാണെങ്കിൽ 10 years കഴിയുമ്പോൾ ഒരു 10 വയസ്സും കൂടി കൂടിയിട്ട് 20 വയസ്സായിട്ടുണ്ടാവുമല്ലോ. എന്നതുപോലെ ഇപ്പോൾ എക്സ് ആണെങ്കിൽ ആൾക്ക് 10 years കഴിയുമ്പോൾ x + 10 ആയിരിക്കും. അപ്പോൾ രണ്ടുപേരുടെയും 10 years കഴിഞ്ഞിട്ടുള്ള ഏജ് ആദ്യം എഴുതാം. അപ്പോൾ 10 years കഴിയുമ്പോൾ നൂറിയുടെ ഏജ് x + 10ഉം സോനുവിൻ്റെ ഏജ് y + 10ഉം ആവും. അപ്പോൾ ഇനി എന്താണ് ഇവിടെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് നോക്കാം. 10 years later നൂറി വിൽ ബി twice as old as സോനു. 10 വർഷം കഴിയുമ്പോൾ നൂറി twice as old as സോനു. അന്ന് സോനുവിൻ്റെ ഏജ് എത്രയാണോ അതിൻ്റെ twice ആയിരിക്കും നൂറിയുടെ ഏജ്. അപ്പോൾ സോനുവിൻ്റെ ഏജിൻ്റെ twice ആയിരിക്കും നൂറിയുടെ ഏജ്. മനസ്സിലായില്ലേ? 10 years later 10 years കഴിയുമ്പോൾ. അപ്പോൾ അത് നമ്മളെങ്ങനെ എഴുതും? സോനുവിൻ്റെ ഏജിൻ്റെ twice എന്ന് പറഞ്ഞിരിക്കുന്നത്. സോനുവിൻ്റെ ഏജ് y + 10 ആണ്. അപ്പോൾ twice ആയിരിക്കും എന്ന് പറയുമ്പോൾ 2 × y + 10 = x + 10. അതായത് സോനുവിൻ്റെ ഏജിൻ്റെ twice ആയിരിക്കും നൂറിയുടെ ഏജ്. ഇതും നമ്മൾ ഇപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ലീനിയർ ഇക്വേഷൻ്റെ ഫോമിലേക്ക് ആക്കാം. അപ്പോൾ 2y ലീനിയർ ഇക്വേഷൻ്റെ ജനറൽ ഫോം 2y + 2 × 10 20 = x + 10. അപ്പോൾ 2yനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, 20 ഈ 10നെ ഇപ്പുറത്തേക്കും കൊണ്ടുവരാം. അപ്പോൾ അതൊന്ന് ഓർഡർ കറക്റ്റാക്കി എഴുതാൻ പോവുകയാണ്. അതായത് ഈ ഒരു എക്സ്പ്രഷനാണ് നമ്മൾ ഇപ്പുറത്ത് എഴുതുന്നത്, ഇത് അപ്പുറത്ത് എഴുതി. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? x + 10 = 2y x + 10 = 2y + 20. ഇനി ഈ 2yനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ x - 2y = 20 - 10. ഇപ്പോൾ 20 - 10 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ x - 2y = 10 എന്ന് കിട്ടി. ഇതിന് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? x - 3y = -10. അതാദ്യം എഴുതാം. x - 3y = -10. രണ്ടാമത്തെ ഇക്വേഷൻ x - 2y = 10. ഇപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി ഇത് രണ്ടും കൂടി സോൾവ് ചെയ്താൽ നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം ഇത് എലിമിനേഷൻ മെത്തേഡിലാണ് ചെയ്യേണ്ടത്. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് സബ്ട്രാക്ട് ചെയ്യുക. അതായത് 2 - 1. അപ്പോൾ x - 1 x - x അതായത് 1 ആണ് ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ്. 1 - 1 0. ഇനി -2 - -3. അപ്പോൾ എന്തോരും? -2 + 3. ഇതിൻ്റെ ആൻസർ 1 ആണ്. അപ്പോൾ y + y = 10 - -10. 10 - -10 10 + 10 = 20. അപ്പോൾ ഇവിടെ 20 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് y-യുടെ വാല്യൂ കിട്ടി. y = 20. ഇനി ഈ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് x - 3y = -10. ഇവിടെ y-യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x - 3 × 20 = -10. x - 60 = -10. x = -10 + 60. 60 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് പ്ലസ് ആവും. -10 + 60യുടെ ആൻസർ 50 ആണ്. അപ്പോൾ x = 50. അപ്പോൾ x = 50 ആൻഡ് y = 20. അപ്പോൾ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കിട്ടി. അപ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ നൂറിയുടെ ഏജായിട്ടും y സോനുവിൻ്റെ ഏജുമായിട്ടാണ് അസ്യൂം ചെയ്തിരുന്നത്. ദെയർഫോർ ഏജ് ഓഫ് നൂറി ഈസ് 50 ആൻഡ് ഏജ് ഓഫ് സോനു ഈസ് 20. അങ്ങനെ എഴുതാം. So present age of Noor is equal to 50 years.
പ്രസൻറ്റ് ഏജ് ഓഫ് സോനു ഈസ് 20 years. അങ്ങനെയാണ് ഈ രണ്ട് പേരുടെയും ഏജ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അസ്യൂം ചെയ്യേണ്ടത് ഇപ്പോഴത്തെ പ്രസൻറ്റ് ഏജാണ് വേരിയബിളായിട്ട് അസ്യൂം ചെയ്യേണ്ടത്. എക്സും വൈ ആയിട്ട് അസ്യൂം ചെയ്യുക. എന്നിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കണ്ടീഷൻസ് വെച്ചിട്ട് ഇക്വേഷൻസ് ഉണ്ടാക്കുക. എന്നിട്ട് അത് എലിമിനേഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എലിമിനേഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ആ മെത്തേഡിൽ ചെയ്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് മെത്തേഡ് ചെയ്താലും കുഴപ്പമില്ല, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഈ രണ്ട് കണക്കുകളും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളെല്ലാവരും ഒരു ബുക്കും പേനും എടുത്തിട്ട് വേണം കണക്ക് പഠിക്കാനായിട്ട് ഇരിക്കാൻ. നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ ഇതിനു മുമ്പും ഉള്ള ചാപ്റ്റേഴ്സിലെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ എടുത്ത് കാണണം. അതൊക്കെ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.